നിലമ്പൂരിൽ നിന്നും ഇപ്പോൾ ശ്രീകുമാർ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ, മിഥുന മഴ കനക്കുകയാണ്. ഇന്ന് മലപ്പുറത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മഴയുടെ തണുപ്പ് ഈ പ്രചാരണത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? സജി, ഗുഡ് മോർണിംഗ്. എന്തായാലും സജി പറഞ്ഞതുപോലെ തന്നെ കനത്ത മഴയാണ്, തോരാ മഴ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇന്നലെ മുതൽ തന്നെ രാത്രിയിലുമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ മൂന്ന് മുന്നണികളുടെയും ഒപ്പം PV അൻവറിന്റെയും ഒക്കെ ഒരു റോഡ് ഷോകളും ഒക്കെ വളരെ സജീവമായും ഈ മഴയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് നിലമ്പൂരുകാർ തെളിയിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ഇരുട്ടടച്ചിരിക്കുകയാണ്. എന്നാൽ പോലും ഇനി പരസ്യപ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കും. നാളെയാണ് പരസ്യപ്രചാരണം അവസാനിക്കുക. അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആകും, ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, എന്തൊക്കെ കാര്യങ്ങളാകും വിശദീകരിക്കുക എന്നുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. ഇന്നും UDF-ന്റെയും LDF-ന്റെയും ഒക്കെ പ്രമുഖ നേതാക്കന്മാർ നിലമ്പൂരിലുണ്ട്. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇന്ന് മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ, മഹാകുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം BJP-യുടെ മുതിർന്ന നേതാക്കൾ, BDGS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദേശരക്ഷാ സദസ് എന്നുള്ള പേരിലാണ് അവർ ഇന്നത്തെ ക്യാമ്പയിന് രൂപം കൊടുത്തിരിക്കുന്നത്. UDF-ന് വേണ്ടിയിട്ടായാലും KC വേണുഗോപാൽ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരുടെ റോഡ് ഷോകളടക്കം അങ്ങനെ വിവിധങ്ങളായ പ്രചരണ തന്ത്രങ്ങൾ, അതിനൂതനമായ പ്രചരണ തന്ത്രങ്ങൾ, റോഡ് ഷോകൾ, കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയും പ്ലക്കാർഡുകളും ഒക്കെ ഏറ്റവും ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മുന്നണികളുടെയും PV അൻവറിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ അവരുടെ റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഒട്ടേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിതെളിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വികസന കാര്യങ്ങളൊക്കെയാണ്. അവസാനമായപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. PV അൻവർ യൂസഫ് പത്താനെ ഇറക്കി ഒരു വലിയ ഒരു ആവേശം കൊടുത്തിരിക്കുകയാണ്. അവസാന ലാപ്പുകൾ PV അൻവറും ഈ കളം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഈ മൂന്ന് മുന്നണികളും PV അൻവറും കൂടിയായപ്പോൾ നിലമ്പൂർ ശരിക്കും നിലമ്പൂർ ഒരു അംഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും പരസ്യ പ്രചാരണത്തിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മറ്റു വിഷയങ്ങളിലേക്കും കിടക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് മത്സരമാണ്, നിർണായക മത്സരമാണ്. കഴിഞ്ഞ 2016 PV അൻവറിലൂടെയാണ് നിലമ്പൂർ അവർ നേടിയത്. ആ PV അൻവർ ഇന്ന് പിണറായി സത്തിനെതിരെ പൊരുതി. അദ്ദേഹം 2025 ജനുവരി 13 രാജിവെച്ച് അങ്ങനെ പിണറായി സത്തിനെതിരെ വന്ന PV അൻവർ അവസാനം UDF-നെതിരെയും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ നിർണായക ഘട്ടങ്ങളിൽ ഓരോരോ കാര്യങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. സജി.